നിത്യകാലമന്യനായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. നോട്ടം തികച്ചു സ്വർഗവിരുദിനായി. ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗവിരുദിനായി. പാറം നീളും ഞാൻ മാറുരൂപമായി പരനേശ്വരാജൻ സന്നിധവും. പാറം നീളും ഞാൻ മാറുരൂപമായി പരനേശ്വരാജൻ സന്നിധവും. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഞാൻ മണവാട്ടി
സാക്ഷിയായി പരനോടു കൂടെ വാഴുമേ. ഓ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളിച്ചത് ഞങ്ങളുടെ ദൈവമേ, സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് പകരക്കാരനായി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന പിതാവിന്റെ മനസ്സുഭാഗം ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. മരണത്തെയും പാതാളത്തിന്റെയും താക്കോല് ഞങ്ങളുടെ കൈവശമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അൽഫായും ഒമേഗയും ആരംഭവും സർവശക്തിയുള്ളവരുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഈ കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അവിടുത്തെ കൃപ നൽകുന്നല്ലോ. പ്രത്യേകിച്ച് പ്രിയ ഞങ്ങളുടെ മാതാവിന്റെ അമേ സമ്പൂർണമായ ജീവിതത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത ദൈവത്തെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കഴിഞ്ഞ 86 വർഷത്തോളം ഈ ഭൂമി ജീവിച്ചിരിക്കാൻ ദൈവമായ കർത്താവ് അങ്ങയുടെ ദാസിക്ക് നൽകിയ വിലയേറിയ പദവിക്കായി നന്ദിയോട് സ്തോത്രം. പ്രിയ കർത്താവേ, അവിടുത്തെ സമയമായപ്പോൾ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ദാസിന്റെ ആത്മാവിനെ വിളിച്ചു ചേർത്ത കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഈ ഭൗതിക ശരീരവുമായി കർത്താവേ, ഞങ്ങൾക്ക് പാർത്ത ഭവനത്തിലേക്ക് കയറുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദീർഘനാളുകളിൽ ഭവനത്തിൽ പാർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, നല്ല സാക്ഷിയായിട്ട് നിൽക്കുവാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്ക് പ്രാഗൽഭ്യത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ താൽക്കാലികമായ ഭവനം വിട്ട് നിത്യമായ ഒരു ഭവനത്തിലേക്ക് അങ്ങനെ ദാസിയെ കർത്താവ് വിളിച്ചല്ലോ. കർത്താവേ, ഇപ്പോൾ നാഥായി ഭൗതിക ശരീരത്തോട് ശുശ്രൂഷയ്ക്കായി ആമേ ഞങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. ആമയോടുത്തെ വലിയ സമാധാനം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ കർത്താവ് നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ പ്രിയ സംസംഭാസക്കായി കുടുംബത്തിനായി കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ആമേദാസിയെ ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവമായ കർത്താവ് തന്നല്ലോ. ഇപ്പോൾ ഒരു ശരീരത്തിൽ ബലഹീനരാണെങ്കിൽ ദൈവകൃപ നൽകിയത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നേ. കർത്താവേ, ഈ ശുശ്രൂഷകളൊക്കെ ഭാഗികമായിട്ടാണെങ്കിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ദാസനെ കൂട്ടിക്കൊണ്ടുവന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിയുടെ ദാസനെ സ്റ്റാലിപാസക്കായി കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേ ഞങ്ങളൊപ്പമായിരിക്കാൻ അവിടുത്തെ കൃപ നൽകുന്നല്ലോ. അതുപോലെ കർത്താവേ, പാസക്കായി കുഞ്ഞുങ്ങൾക്കായി മറ്റ് സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കുമാറാകണമേ. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുന്നത് കൊണ്ട് സ്തോത്രം. പിതാവേ, അവന് ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ ദാസരോട് ഞങ്ങൾ അനുഭവിച്ച സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിപ്പാനും സ്തോത്രം ചെയ്യുവാനും ദാസന്റെ ജീവിതത്തെ കർത്താവെ ഓർക്കുവാനുള്ള കൃപ അനുസ്മരിപ്പാനും കൃപ ഞങ്ങൾക്ക് നൽകി തരുമല്ലോ. അതേപോലെ കർത്താവെ, ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കർത്താവെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം ഞങ്ങളോട് സഹതാപം തോന്നണമേ. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾ അങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്ക് മുഖാന്തരമാക്കണം. സകല ബഹുമാനം ആരാധന ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മള് ഭൗതിക ശരീരം പന്തലിലേക്ക് വെച്ച് ഒരു 10-10:15 ആകുമ്പോൾ ഇവിടെ നിന്ന് സഭാ ഹോളിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷകൾ പ്രധാനമായിട്ടും പത്തനാപുരശാലി സഭയുടെ ഹോളിൽ വെച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഭൗതിക ശരീരം പന്തലിലേക്ക് വെക്കാം. ശേഷം പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുകയും കർത്താദാസന്മാർക്ക് ആശ്വാസവാക്കുകൾ പറയാനുള്ള അവസരങ്ങളുണ്ടായി. പ്രത്യാശയുടെ ഗാനം ഇവിടെ പാടുകയാണ്. നോക്കിയിടുന്നു തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീ കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊൻവീണകൾ
ധരിച്ച മോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും. നന്നായി വെളുപ്പിച്ച കൂട്ടരിവ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തന്നീരത്തിൻ ശക്തിയാലേ പൂർണ്ണ പ്രാർത്ഥനയ്ക്കായി തലകളെ നമുക്ക് ഉണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ ദുഃഖസാന്ദ്രമായ ഈ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവ് 86 വർഷം ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യം നൽകിക്കൊടുത്തു. ശാരീരികമായ പ്രയാസങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും വേദനകളും നിരാശകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി തീരുവാനും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒരു മക്കളെയൊക്കെ കാണുവാനും കർത്താവ് ഭാഗ്യമൊരുക്കി കഴിഞ്ഞ ദിവസങ്ങൾക്ക് താൻ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് ചേർക്കപ്പെടുകയായി തീർന്നല്ലോ. ഭൗതിക ശരീരം ഇന്ന് പകൽക്കാലം രാവിലെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനും ഭവനത്തെ ശുശ്രൂഷകളൊക്കെ നടത്തുവാൻ ദൈവം സഹായിക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ കർത്താവെ, പ്രേമിച്ചുകാരപ്പെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സംഭാഷണക്കായി സ്തോത്രം ചെയ്യുന്നു. ശരീരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നല്ലോ, ആശ്വാസം ദൈവം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കണമേ. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭമെന്ന് പൗലോസ് പറയുന്നു പോലെ ലാഭകരമായ ഒരു അവസ്ഥയിലേക്ക് പ്രിയമാതാവിനെ ചേർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇനി ആ പ്രത്യാശമുഖത്ത് ഒരുമിച്ച് കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താസനായി സ്തോത്രം ശുശ്രൂഷിപ്പാൻ കൃപ നൽകുക. എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടന്നുവരുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂട്ടിവരുത്തണമേ. യാത്രയിലൊക്കെ ദൈവത്തിന് കൃപയുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവിൻ്റെ സഹായം സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥകടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മരണ ദിവസം ജനദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതാണ് നല്ലത്. അതാകുന്നു സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളു. പ്രിയ മാതാവിന് ദൈവം നൽകിയ 86 വർഷങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിപ്പാനും ദൈവം നൽകിയ ആ ഒരു ജീവിതം കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിപ്പാനും ഒക്കെ കർത്താവ് കൃപ നൽകി. പ്രിയ ദാസി, പ്രിയ സോളമൻ സാറിൻ്റെ സഹധർമ്മിണി എന്ന നിലയിലും കുഞ്ഞുങ്ങളെ വളർത്തി അവരൊക്കെ വലുതായി അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനൊക്കെ ദൈവം ഇടയാക്കി. ദൈവം നൽകിയ ആയുസ്സ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവാനായിട്ട് കർത്താവ് കൃപ നൽകി. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കറ്റകുമ്പാരങ്ങളിൽ അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. എന്നാൽ കുറച്ചുകൂടെ ദൈവം നൽകി 86 വർഷങ്ങൾ ഒരു ദീർഘായുസ് ദൈവം നൽകിയ ദൈവകൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ ആരോഗ്യവതിയായിരുന്നു. എന്നാൽ ഒരു മാസമായിട്ട് ശരീരത്തിൽ അല്പമില്ലാത്ത ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു. അവിടെയും ദൈവത്തിൻ്റെ പരിപാലനവും ദൈവത്തിൻ്റെ സഹായമൊക്കെ ദൈവം നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് ദൈവദാസിയുടെ ആത്മാവ് കടന്നുപോയി. സഭാപ്രസംഗങ്ങൾ വായിക്കുന്നത് പോലെ പൊടിപണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ പ്രവേശിക്കും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അരികിലേക്ക് ആ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥ ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ മറ്റുള്ളവരെ പോലെ നമുക്ക് ദുഃഖിപ്പാനായിട്ട് കഴിയുകയില്ല. കാരണം മരണത്തെക്കുറിച്ചും മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചും ഉള്ളൊരു ഗ്രാഹ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഭാഗ്യകരമായൊരു പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവവൈതലിനും ഉള്ള ഉറപ്പാണ് മരണാനന്തരം ഒരു ഭാഗ്യകരമായൊരു ഉയർപ്പുണ്ട്, ഒരു പുനർസമാഗമനമുണ്ട്. ആ ചിന്തകളെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിപാലനവും കരുതലുകളും അനുഭവിപ്പാൻ ഇവിടെയാക്കി. പ്രത്യേകിച്ച് ദാസൻ പാസ്റ്റർ, പ്രിയ സാംസൺ പാസ്റ്റർ ആൻറ്റിയും ആണ് പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത്. കർത്താവിൻ്റെ ദാസന് അഞ്ചലിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് പ്രിയ മാതാവും അവരോടൊപ്പം പാർത്ത് ആ ദേശത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി. എന്നാൽ ചില ദിവസങ്ങളായിട്ട് പാസ്റ്റർക്കും ആൻറ്റിക്കും ശരീരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടായി. നമുക്കറിയാം
എന്നാൽ അതിലൊക്കെ ദൈവം ആശ്വാസം നൽകിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഞ്ചലിലെ മിഷൻ ഹോസ്പിറ്റലിൽ പ്രിയ ദേവദാസി കേൾസിമയെ കടന്നു വരുവാനും കാണുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടായി. കർത്താവിൻ്റെ ദാസനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് അല്പം ഇൻഫെക്ഷൻ്റെ പ്രയാസങ്ങളുള്ളത് കൊണ്ട് എല്ലാവരുമായിട്ട് ഇടപെടുവാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ദൈവമക്കൾ എല്ലാവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ മൂത്തവൻ പ്രിയ കർത്താവിദാസൻ പ്രിയ സ്റ്റാലി പാസ്റ്റർക്കാരുടെ കുടുംബത്തിനായിട്ട് സ്തോത്രം ഇവർ അറിഞ്ഞപ്പോൾ തന്നെ ജമ്മുവിൽ നിന്ന് താൻ യാത്ര തിരിച്ച് ഇന്നലെ അതിരാവിലെ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകി. അതുപോലെ പ്രിയ എഡ്വിൻ റോബർട്ട് പാസ്റ്റർക്കായിട്ട് ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഏക മകളാണല്ലോ അവരും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ തമിഴ്നാട് സ്റ്റേറ്റിലെ അറ്റൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലകളൊക്കെ നിർവഹിക്കുകയാണ്. അങ്ങനെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും സഭാംഗങ്ങൾക്കും ഒക്കെ ആയിട്ട് ചേർന്ന് ഈ ശുശ്രൂഷകളൊക്കെ ഇപ്പം ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഈ ദേശത്ത് ഒരു നല്ല അമ്മയായിരിക്കാൻ ദൈവമായ കർത്താവ് കൃപ നൽകി. തുടർന്ന് അല്പസമയങ്ങൾ നമുക്കറിയാം പ്രിയദാസിയുടെ ജീവിതത്തെ അനുസ്മരിക്കുവാനും പ്രാരംഭമായിട്ട് അഞ്ചൽ സെൻറ്ററിൽ നിന്ന് കർത്താവിദാസൻ പ്രിയ ജോസഫ് പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. അല്പ നിമിഷങ്ങൾ ദൈവദിനത്തിൽ നിന്ന് സംസാരിക്കും. അതിനുശേഷം പ്രിയ അമ്മച്ചിയുടെ കൊച്ചുമായി പ്രിയ അലക്സ് ഒരു കുടുംബമായിട്ട് മാവേലിക്കരയിലായിരിക്കുന്നല്ലോ. അവിടെ കർത്താവിനെ അവരെ ആരാധിച്ചു വരുന്ന ദൈവസഭ ബഥാന്യ പ്രയർ ഗാർഡൻ അവിടുന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സീനിയർ പാസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇല്ല, എന്നാൽ മറ്റ് ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. തുടർന്ന് അവർ അല്പസമയം എടുക്കും. ദൈവത്തിനായിട്ട് അവരെ സഹായിക്കട്ടെ. പ്രാരംഭമായിട്ട് പ്രിയ ജോസഫ് പാസ്റ്റർ ചില വാക്കുകൾ പറഞ്ഞു. വിശേഷാൽ പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കടന്നു വന്ന എല്ലാ നമുക്ക് വിശേഷാൽ അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുദാസൻ പ്രിയ സജീവ് ചാക്കോവറുകൾ എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ അമ്മച്ചിക്ക് 56 വയസ്സുവരെ ഈ ഭൂമിയിൽ മക്കളോടും കൊച്ചുമക്കളോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല നല്ല ശുശ്രൂഷ അനുഭവിപ്പാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി കാക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോട് ദൈവത്തെ സ്തുതിയും. ശേഷം പ്രിയ സാം സംഭാഷണം പ്രിയ ആമിസ് സിസ്റ്ററും വളരെ സ്നേഹത്തോടെ പ്രിയ അമ്മജിയെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. വളരെ അത് നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ശരീരത്തിൽ ബലഹീനതയായിരിക്കുമ്പോഴും ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോഴും യാതൊരു പ്രയാസം കൂടാതെ പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായി. അതുപോലെ അവർ കൊടുത്ത 2 മക്കളുണ്ട്, പ്രിയ മകന്. ഇവരൊക്കെ വളരെ അമ്മച്ചി വളരെ മകളാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ കാണുവാനിടയെത്തി. അമ്മച്ചിക്ക് ഓക്സിജൻ കിട്ടാതെ വന്ന ഒരു അനുഭവം ഉണ്ട്. ആ സമയത്തൊക്കെ ഓക്സിജനൊക്കെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കുകയും വളരെ ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ പ്രിയ മകളെ ദൈവം വളരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാണാറുള്ള കാര്യങ്ങളാണ്. അവരും ബലഹീന ശരീരത്തിൽ സംഭാഷണം പ്രിയ ആമീൻ സ്വതന്ത്രൻ്റെ സഹധർമ്മിണിയും വളരെ ക്ഷീണിതരായി ഇരിക്കുന്ന അനുഭവത്തിലാണ് ഇപ്പോൾ. എന്നാൽ അതിന് നടുവിൽ അതിന് മാതാവിനെ സൂക്ഷിപ്പാനൊക്കെ പ്രിയ മകളെയാണ് കർത്താവ് ഉപയോഗിച്ചത്. വളരെ നല്ല ഒരു ശുശ്രൂഷ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു പ്രിയ മാതാവിന്. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിയോട് അടുത്ത സമയത്ത് മകളെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള ദാനിയേലിന് കേട്ട ശബ്ദം പോലെ പ്രിയ മാതാവ് കഴിഞ്ഞ ചൊവ്വാഴ്ച അതിരാവിലെ ദൈവരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവർക്ക് ശരീരബലഹീനത കൊണ്ടാണ് കടന്നു വരുവാൻ കഴിയാതെ അവർ റൂമിലിരിക്കുന്നത്. സ്തോത്രം. ദൈവമെങ്കിലും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ അമ്മച്ചിയുടെ ബന്ധുപുത്രാദികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമീൻ. സ്തോത്രം. ഈ മാതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ ഘട്ടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല കർത്താവിൻ്റെ പ്രത്യക്ഷ പ്രിയം വെച്ച ഏവർക്കും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനമുള്ളത് പ്രകാരം നല്ല ഓട്ടം തികയ്ക്കുവാൻ പ്രിയമാതാവിന് ദൈവം കൃപ നൽകി. നല്ല ജീവിതം നയിപ്പാൻ ദൈവം കൃപ നൽകി. അതോടനുബന്ധിച്ച് നല്ല ഓട്ടം ഓടി ആമീൻ സോദരമല്ലേലിയ നിത്യരാജ്യം പ്രാപിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് സന്തോഷിപ്പാനുള്ള കാരണം. ഭൂമിയിൽ മനുഷ്യരൊക്കെ ഇങ്ങനെയാണല്ലോ, ഈ ഭൂമി വിട്ട് പോകുന്ന ഒരവസരമുണ്ട്. ആ സമയം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. മാമി സ്വതം സഭാപ്രസംഗി പറയുന്നു, ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നു. ദൈവം വെച്ച സ്ഥലത്തേക്ക് ആത്മാവ് പോകുന്നു. എന്നാൽ ഭൂമിയിൽ പാർക്കുന്നിടത്തോളം നമ്മുടെ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്,
ദൈവനാമത്തിൽ ജീവിക്കാമെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, നമുക്ക് ഭൂമിയിൽ നമുക്ക് 2 ജനനമുണ്ട്. ആദ്യം നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നമ്മൾ ജനിക്കുന്നു, പ്രിയ കർത്താവിൽ ജനിക്കുന്നു. അങ്ങനെ 2 ജനനവും നമുക്ക് 2 മരണവുമുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് 1 മരണം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ലേലി മാതാവിന് 1 മരണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്തദാസൻ ഇവിടെ പറഞ്ഞ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തര ശരീരത്തോട് കർത്താവിനെ എതിരേൽക്കാൻ ആകാശമേഖല എടുക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെ മാധവൻ ഇപ്പോൾ 1 മരണം മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ കാഹളധ്വനിയിൽ ഈ അമ്മച്ചിയുടെ ശരീരം ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയാകും. അന്ന് നമുക്ക് പ്രിയ അമ്മച്ചിയെ കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശരീരത്തോടല്ല, രൂപാന്തര ശരീരത്തോട് പ്രിയ അമ്മച്ചിയെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ ജനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. ഈ അമ്മച്ചി ഇപ്പോൾ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും, നമ്മളും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കിടക്കും. സ്തോത്രം. പക്ഷെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടത് അത്യന്താവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അമ്മച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, നല്ലൊരു മരണം അമ്മച്ചിക്ക് ലഭിക്കാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ശുശ്രൂഷ ലഭിച്ച് ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട നല്ല ശുശ്രൂഷയിൽ അമ്മച്ചിയെ കാണുവാനും സഭാവിശ്വാസങ്ങളൊക്കെ നല്ല സ്നേഹത്തോട് അമ്മച്ചിയോട് ഇടപെടുവാനൊക്കെ ഇടയായി തീർന്നു. ഈ ഒരു ടൗൺ സഭയിലായിരുന്നു ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ചന്ദനക്കാവ് സഭയിലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്വന്തം. അവിടെയൊക്കെ ദൈവമക്കൾ പറഞ്ഞു നല്ല ശുശ്രൂഷ, അമ്മച്ചിയെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് അവർ പറയാനുള്ളത്. സഭാവിശ്വാസികൾ പറയും. അവിടെ സഭാവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. സ്വതന്ത്രം അവിടുന്ന് പ്രിയ ബാബുച്ചൻ അവിടെ ഇരിപ്പുണ്ട്. സ്വതന്ത്രം ഷാജിയുണ്ട്. സ്വതന്ത്രം. അതുപോലെ ലിസിമാമയുണ്ട്, ഐസി ഉണ്ട്, അമ്മക്കുട്ടിയുണ്ട്. അങ്ങനെ ചില പ്രിയപ്പെട്ടവർ അവിടുന്ന് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ചന്ദനക്കാവ് സഭയിൽ നിന്നും പ്രിയ അമ്മച്ചിയോടുള്ള സ്നേഹം കൊണ്ടും കർത്തദാസനോട് കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നല്ലൊരു സ്നേഹം കൊടുക്കുന്ന ഒരു മാതാവായിരുന്നു പ്രിയ അമ്മച്ചി. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിച്ച് തത്സമയമായപ്പോൾ കർത്താവ് എടുക്കപ്പെട്ടു ഇടയായി തീർന്നല്ലോ. പ്രിയ അമ്മച്ചി കർത്താവ് സമയത്ത് എടുത്തു. പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവ് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചന്ദനക്കാവ് സഭയുടെയും എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ വിരാമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 86 സംവത്സരം ഈ ഭൂമിയിൽ പാർക്കുവാൻ വത്സലിലെ അമ്മച്ചിക്ക് കർത്താവ് ഭാഗ്യം നൽകി. തൻ്റെ ജീവിതത്തിലെല്ലായിടത്തും ആ ദൈവികമായ ഇടപെടലുകൾ അനുഭവിപ്പാനും ദൈവികമായ സാന്ത്വനവും സമാധാനവും ഒക്കെ അനുഭവിപ്പാൻ വത്സല്യ മാതാവിനെ കർത്താവ് സഹായിച്ചു. തലമുറകളെയൊക്കെ കർത്താവ് ദാനം നൽകി. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ, അവരുടെ മക്കളെയൊക്കെ കാണുവാൻ കർത്താവ് വത്സല്യ അമ്മച്ചിക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ എല്ലാ ദുഃഖസാന്ദ്രമായ സന്തോഷം നിറഞ്ഞ അനുഭവത്തിലൊക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അമ്മച്ചിയെ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സ്തോത്രം അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷപ്രദമായ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു ഇത്രത്തോളം ഭാഗ്യം ലഭിച്ച ഒരമ്മച്ചിയെ സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ കഴിയുമോ എന്ന് ഉള്ള ഒരു ചിന്ത ഈ പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഭരിക്കുവാൻ തക്കനോടെയായി തീർന്നു. കാരണം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ആ സൗഭാഗ്യകരമായ അനുഭവം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും വലുതാണ്. ഞങ്ങൾ ബഥാനിയ ദൈവസഭയുടെ ദൈവദാസന്മാർ ഇവിടെ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രഭാതത്തിൽ US കടന്നു പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം വന്നതിൻ്റെ അനുഭവത്തിലാണ് ഇന്ന് ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടെ കടന്നു വരുവാനും സംസാരിപ്പാനും ഒക്കെ ഇടയായി തീർന്നത്. നിശ്ചയമായും ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ അമ്മച്ചിയുടെ കൊച്ചുമകൻ അലക്സ് കൃപയോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്യട്ടെ. സംഭാഷണയെ ഓർത്ത് ലിൻസി ആൻറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ശരീരത്തിനും ബലവും സൗഖ്യമൊക്കെ കൊടുത്തല്ലോ
എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് പോലെ, വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സ്തോത്രം. വത്സല്യ അമ്മച്ചി കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ ആമേൻ സ്തോത്രം മരിക്കുവാനിടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ആമേൻ സിംഹാസനത്തിൽ, ദൈവത്തിൻ്റെ ആമേൻ അടുത്ത് ഹല്ലേലൂയ താൻ വിശ്രമത്തിലായിരിക്കുന്നു എന്നുള്ളത് ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നവർക്കൊന്നും ദുഃഖമില്ല. ആരും കരയാത്തതിൻ്റെ കാരണം അതുതന്നെയാണ്. ആമേൻ. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട നിമിത്തം, ആമേൻ, താൻ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നുപോയത് നിമിത്തം ആർക്കും ദുഃഖമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബത്തെ കർത്താവ് വളരെ ആശ്വസിപ്പിക്കട്ടെ. മാവേലിക്കര ദൈവസഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന സാൻ പാസ്റ്ററെ കുടുംബത്തിൻ്റെയും മാവേലിക്കര ബഥാനിയ പ്രകാരം ദൈവസഭയുടെയും പേരുള്ള എല്ലാ ആശ്വാസങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന ദൈവം വാത്സല്യ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ മാവേലിക്കര ബഥാനിയ പ്രയർ ഗാർഡൻ ദൈവസഭയിലെ അനുഗ്രഹിക്കപ്പെട്ട മോളായ കൃപയാണ് ഈ ഭവനത്തിലെ അലക്സിൻ്റെ ഭാര്യ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഭവനത്തോട് ബന്ധമായത്. അപ്പോൾ തന്നെ മാവേലിക്കര ബഥാനിയ പ്രയർ ഗാർഡൻ ദൈവസഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറാണ് ഞങ്ങളുടെ പ്രിയ അലക്സ്. ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ് അലക്സിനോർ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മച്ചിയുടെ കാര്യത്തിനകത്തും മമ്മിയുടെ കാര്യത്തിനും പപ്പയുടെ കാര്യങ്ങൾക്കകത്തൊക്കെ ഒത്തിരി ആത്മാർത്ഥമായ അലക്സ് ഓടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുഞ്ഞിനെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ. സാറിൻ്റെ വാത്സല്യ സാംസൺ പാസ്റ്റർ ശാരീരികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് സാവകാശമൊരുക്കി. നമ്മുടെ പ്രാർത്ഥനയിൽ പാസ്റ്ററിനെ വഹിച്ച് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സൗഖ്യം വാത്സല്യ മമ്മയുടെ മേലും കർത്താവ് പകരട്ടെ. 86 വർഷക്കാലം വാത്സല്യ അമ്മച്ചിക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് സാവകാശമൊരുക്കി. മക്കളെ കാണുവാനും കൊച്ചുമക്കളെ കാണുവാനും അവരുടെയൊക്കെ നന്മകളൊക്കെ അനുഭവിക്കുവാൻ കർത്താവ് സാവകാശമൊരുക്കി. എന്നാൽ ഈ 86 വർഷം അമ്മച്ചി പാടിയൊരു പാട്ടുണ്ട്. ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. കഴിഞ്ഞ പ്രഭാതത്തിൽ ആ പാട്ട് പാടിയതുപോലെ പ്രിയൻ്റെ മുഖം കാണുവാൻ അമ്മച്ചി മണ്ണ് വിട്ട് വിണ്ണിലേക്ക് യാത്രയായി. എന്നാൽ നല്ലൊരു യാത്രയപ്പ് ഇന്ന് പകൽ ഭൗതിക ശരീരത്തിന് നമുക്ക് നല്ലൊരു യാത്രയപ്പ് കൊടുക്കാം. പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പന്തിയിൽ വാത്സല്യ അമ്മച്ചിയും ഉയർത്തു വരൂ എന്ന വലിയ പ്രതീക്ഷയിൽ അവിടെ നമുക്കും ഒന്നിച്ച് കാണാമെന്ന വലിയ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. അപ്പോൾ തന്നെ ബഥാനിയ പ്രയർ ഗാർഡൻ ദൈവസഭയുടെ ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ സാജൻ മാത്യോറുകൾക്ക് ഇന്ന് പ്രഭാതത്തിൽ വളരെ അത്യാവശ്യമായി യുഎസിലേക്ക് യാത്ര പോകേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ അനുശോചനം പറയുവാൻ, ആശ്വാസവാക്കുകൾ പറയുവാൻ ഇവിടെ ഓടിയെത്തേണ്ടതാണ്. പാസ്റ്റർ ഇപ്പോൾ യാത്രയിലായിരിക്കുന്നു. പ്രിയ സാജൻ പാസ്റ്ററിൻ്റെയും കുടുംബത്തിൻ്റെ പേരിലും ആഗോള ബഥാനിയ പ്രയർ ഗാർഡൻ ദൈവസഭകളുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനവും ഭാവി പ്രത്യാശ വാക്കുകളും അറിയിക്കുന്നു. അവസരങ്ങൾക്ക് നന്ദി. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന ദൈവമേ, ആ വലിയ ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. കർത്താവെ, അടുത്ത നിമിഷം നടക്കുന്ന ഞങ്ങളുടെ അമ്മച്ചിയുടെ ആ ഫ്യൂണറൽ സർവീസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പ്രകൃതിയെ കർത്താവ് നിയന്ത്രിക്കണം. കടന്നു വരേണ്ട പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് കൃത്യസമയത്ത് കൂട്ടി വരുത്തണം. എങ്ങും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകല്ലേ. എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. ഞങ്ങളുടെ സാംസൺ പാസ്റ്ററിനായി, അമ്മാമയ്ക്കായി, പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാംസൺ പാസ്റ്ററിൻ്റെ സഹോദരനായി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ആശ്വാസം കൊണ്ടും ദൈവിക പ്രത്യാശ കൊണ്ടും കർത്താവ് നിറയ്ക്കണം. അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യണം. എല്ലാ മഹത്വവും യേശുപ്പച്ചനും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അവസരങ്ങൾക്ക് നന്ദി. താങ്ക് യു. തുടർന്ന് ചില ദേവദാസന്മാരുടെ ചുരുക്കം വാക്കുകളിൽ ഇവിടെ വെച്ച് പ്രത്യാശയുടെ വാക്കുകൾ പറയും. കർത്താവദാസൻ പാസ്റ്റർ സന്തോഷ് മോഹനൻ മുന്നോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തും. സന്തോഷ് മോഹൻ കടന്നു വന്ന് ചില വാക്കുകൾ പറയും. അതിനുശേഷം പത്തനാപുരം സാൽവേഷൻ ആർമിയുടെ ശുശ്രൂഷനായിരിക്കുന്ന മേജർ സാംകുട്ടി ദേവദാസൻ ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. താഴ്ന്നു കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ
നമുക്കൊരുമിച്ച് ഈ ഭൗതിക ശരീരത്തോടനുബന്ധിച്ച് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപ്പെടുത്തി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ പേരു ടൗൺ ചർച്ചിൽ മുമ്പിരുന്ന് ആര്യങ്കാവിലേക്ക് സ്ഥലം മാറിപ്പോയി അവിടുന്നിടയായി മാറി. അനന്തരം സാംസൺ പാസ്റ്ററാണ് അവിടെ സഭാചാർജായിട്ട് എടുക്കുവാനിടയായി മാറിയത്. ഞാൻ 1-2 പ്രാവശ്യം ഞാനവിടെ സന്ദർശനത്തിന് കടന്നു വരികയും പ്രാർത്ഥിപ്പാനിടയാവുകയും മാറുകയും ചെയ്തു. പ്രിയ മാതാവിനെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയ ദേവിദാസിനെ കാണുവാനിടയായി. പ്രത്യേകിച്ച് ദേവിദാസിൻ്റെ മകൾ പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ വളരെ ഹൃദയത്തിന് സന്തോഷം തോന്നുവാനിടയായി. പ്രിയമാതാവിന് നല്ല ശുശ്രൂഷ തലവരിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നൊക്കെ ആ പ്രിയമാതാവിന് ലഭിക്കാനിടയായി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം കടന്നു പോകുന്ന നിരവധി ചിന്തകളുണ്ട്. കാരണം മാനുഷികമായ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖം നൽകുന്നതാണെങ്കിലും ഒരു ദൈവവചനെ സംബന്ധിച്ച് വളരെ പ്രത്യാശാജനകമായ ഒന്നാണ് മരണം എന്ന് പറയുന്നത്. ദൈവമക്കളെ സംബന്ധിച്ച് മരണമില്ല. കാരണം മരണം ഭക്തന്മാരെ സംബന്ധിച്ച് വിശ്രമമാണ്. പ്രിയ മാതാവ് ഇപ്പോൾ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. ആമേൻ. കാഹളം ധ്വനിക്കുമ്പോൾ മുമ്പ് പ്രസ്താവിച്ചതുപോലെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് ജീവനൊടിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കും. അതുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച കാൽവരി നായകനായ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യത്തോടും സമാധാനത്തോടും നമുക്ക് നിൽക്കാം. ഈ പ്രത്യാശയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയ സാംസൺ പാസ്റ്റർ, മറ്റ് സഹോദരങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം സമാധാനത്താൽ അവിടുന്ന് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ അനുശോചനവും അവിടുന്ന് അറിയിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അത്യാവശ്യമായിട്ട് എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കൊല്ലത്ത് ആശുപത്രിയിലാണ്. അതുകൊണ്ട് വളരെ നേരത്തെ കടന്നു പോകണമെന്ന് ഓർപ്പിക്കുന്നു. അവസരം തന്ന ദേവദാസന് നന്ദി പറയുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ദുഃഖസാന്ദ്രത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ആശ്വാസങ്ങളുടെ ഉറവിടം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിച്ചാട്ട്. കാലാവസ്ഥകളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലീഡ് ചെയ്യുന്ന ദേവദാസൻ, ദൈവസഭ സമാധാനത്താലും ആശ്വാസത്താലും ഒക്കെ എല്ലാവരും ദൈവം നിറയ്ക്കട്ടെ. തിരക്കലേക്ക് അവിടെ നിന്ന് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തുല്യമേ നാമത്തിൽ തന്നെ. അവസരങ്ങൾക്ക് നന്ദി. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയിക്കും നിത്യവും കാറ്റേറിയിടും പാതയിൽ എൻ വിശ്വാസം ക്ഷീണിക്കിൽ. യേശു താൻ സർവാശ്രയം. നാളുകൾ ഗമിക്കിലും മാത്രകൾ പറക്കിലും എന്തെല്ലാം ഭവിക്കിലും യേശു താൻ സർവാശ്രയം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അമ്മയുടെ മഹത്വ പ്രവേശനത്തോടനുബന്ധിച്ച് ഈ അമ്മയ്ക്ക് നൽകുന്ന അന്ത്യ ശുശ്രൂഷകൾ അതിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ അവർ പറഞ്ഞതുപോലെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വേർപാട് അത് ഒരു പ്രത്യാശയുടെ അനുഭവമാണ്. മാനുഷ്യമായി നമ്മുടെ അമ്മയുടെ വേർപാട് നമുക്ക് ദുഃഖമാണ് എങ്കിലും അമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ ചില ദിവസം, കഴിഞ്ഞ ദിവസം മാത്രമാണ് എനിക്ക് അമ്മയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയായത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന സാൽവേഷൻ ആർമി
പത്തനാപുരം സഭയിലേക്ക് കടന്നു വന്നിട്ട് ചില ദിവസങ്ങൾ മാത്രമേ, ചില ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് ഞങ്ങളുടെ സഭയുടെ സുബേദാരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധം അനുസരിച്ചും അമ്മയെ സംബന്ധിച്ചും അമ്മയുടെ വേർപാടിനെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം കേൾക്കുകയും അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അമ്മ ഒരു നല്ല ഭാഗ്യവതിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയുടെ വേർപാടിൽ പ്രത്യാശയുടെ അനുഭവം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്ന് വസ്തുത ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇതേപോലെയുള്ള അവസരം നൽകുകയുണ്ടായി. മാത്രമല്ല അമ്മ ഈ ഭൂമിയിൽ ഒരു ഭാഗ്യവതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്മയുടെ മക്കൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ആയിരിക്കുന്നു. എനിക്കെല്ലാവരെയും അറിയില്ല, എങ്കിലും അവരൊക്കെ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. തൻ്റെ മക്കളെ ദൈവത്തിനായിട്ട് വേർതിരിക്കുവാനും ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നൽകിയ പ്രത്യാശയിൽ ദൈവസന്നദ്ധിയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ദൈവം പ്രതിഫലം നൽകും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ അമ്മ ഒരു ഭാഗ്യവതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 1-ാം അധ്യായം 45-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായും ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ജീവിതം ദൈവസന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുമെന്നുള്ള ഭാഗ്യാവസ്ഥ പ്രിയമാതാവിന് ലഭിച്ചു. കഴിഞ്ഞ ദീർഘനാളുകൾ ഭൂമിയിൽ പാർക്കുവാൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷിപ്പാനും മാത്രമല്ല പ്രത്യാശയുടെ തുറമുഖത്തേക്ക് ചെന്നു ചേരുവാൻ ഒരവസരം ലഭിച്ചു. നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ദൈവ അമ്മയ്ക്ക് നല്ല യാത്രയപ്പ് നൽകുവാൻ സ്വർഗത്തിലെ ദൈവം പ്രതിനിധന്മാരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാനിപ്പോൾ പ്രതിദാനം ചെയ്യുന്ന സാൽവേഷൻ ആർമി പത്തനാപുരം സഭയുടെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിലുള്ള അനുശോചനങ്ങൾ, ഞങ്ങളുടെ വ്യക്തിപരമായ അനുശോചനങ്ങൾ പ്രാർത്ഥനയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനവസരം നൽകിയ നടത്തിപ്പുകാരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർമ്മിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിൻ ദിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വീട്ടുകാർ കരഞ്ഞിടും, കൂട്ടുകാർ പിരിഞ്ഞിടും. വീട്ടുകാർ കരഞ്ഞിടും, കൂട്ടുകാർ പിരിഞ്ഞിടും. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫ്യൂണറൽ സർവീസിൻ ഈ ഭവനത്തിലെ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ബഹുമാന്യ ദൈവദാസൻ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ അതിശല്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞാൻ വാത്സല്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CS സാംസൺ അവറുകളോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരേണ്ടതായി തീർന്നു. ഞാനും കർത്താവിൻ്റെ ദാസനും ഏകദേശം ഒരു 6-7 വർഷമായിട്ടുള്ള ആത്മീക അഭേദ്യമായ ബന്ധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നത്. കർത്താവിൻ്റെ ദാസനായ ഒരു സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഇതുവരെ ഞങ്ങൾക്ക് ആത്മമിത്രങ്ങളെപ്പോലെ, ഒരു ഭവനത്തിലെ സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിപ്പാനും സഹകരിപ്പാനും സ്നേഹിപ്പാനും ഒരുമിച്ച് കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പലപ്പോഴും പറയും, വെച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ഏകദേശം ഒരുപോലെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെയാണെന്ന് ഞങ്ങൾ പലപ്പോഴും പരസ്പരം ആശ്വസിപ്പിക്കുക പതിവായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഞാൻ കടന്നു ചെല്ലുമ്പോഴൊക്കെ പ്രിയ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നതൊക്കെ കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിപ്പാൻ
ദൈവം ഭാഗ്യം തന്നു. ഞാൻ പറയാറുന്നതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് പാസ്റ്റർ എന്ന് ഞാൻ പറയാറ്. അതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ മക്കൾ, മറ്റ് സഹോദരങ്ങളൊക്കെ വാത്സല്യ മാതാവിനെ അവരുടെ കഴിവിൻ്റെ അപ്പുറമായിട്ട് വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചു. 86 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവിൻ്റെ നല്ല സാക്ഷിയാകുവാൻ മക്കളോട് ചേർന്ന്, മരുമക്കളോട് ചേർന്ന്, കൊച്ചുമക്കളോട് ചേർന്ന് ഈ നല്ല നാഥനെ ആരാധിപ്പാൻ ദൈവം കൊടുത്ത മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കൊടുത്ത ആയുസ് കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. കഴിഞ്ഞ ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖമില്ലാത്ത, ക്ലേശമില്ലാത്ത, രോഗമില്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത വിശ്രാമത്തിലേക്ക് കർത്താവ് തൻ്റെ ദാസിയെ വിളിച്ച് വേർതിരിച്ചല്ലോ. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവിൻ്റെ ദാസി ഈ ലോക ജീവിതയാത്രയിൽ അവസാനത്തോളം തൻ്റെ ഓട്ടം ഓടി കർത്താവ് ഒരുക്കിയ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചിട്ട് കർത്താവിൻ്റെ വരവിൻ്റെ ആ പൊൻപുലിയിൽ മാതാവിനെ കാണാമെന്ന പ്രത്യാശ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവിടെ തലമുറ ഒക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നതല്ല എന്ന് എഴുതി ചെയ്ത കർത്താവിൻ്റെ ആ ദിവ്യ സമാധാനം പ്രാപിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ദൈവകൃപയിൽ വീണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ, പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും അവസാനം വരെ ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചില അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നുവെങ്കിലും തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥ ദൈവം അനുകൂലമാക്കി നൽകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ സർവാശ്വാസങ്ങളെ ഉറവിടമാകുന്ന കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന വാക്കോടുകൂടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന IPC ബഥേൽ തിങ്കളകരിക്കും സഭയുടെയും സഭയിലെ ഓരോ ദൈവമക്കളുടെയും കുടുംബങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. മാറാനാഥ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വേർപാട് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വേദനയും ദുഃഖവും നിറഞ്ഞതാണെങ്കിലും യേശുക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് നൽകുവാൻ പ്രിയമാതാവിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മാതാവിൻ്റെ മക്കൾ കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിൽ 1000 അഞ്ചൽ സെൻറ്ററിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരെ പരിചയപ്പെടുവാനും പല കൂട്ടായ്മകൾ ഒരുമിച്ച് സഹകരിപ്പാനൊക്കെ ദൈവം അവസരം നൽകി. പ്രിയ കർത്തദാസന്മാരെ പ്രിയമാതാവ് ഈ ഭൂമിയിൽ നൽകിയ ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിക്കുവാൻ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് ട്രഷറർ PM പച്ചാനിട്ട മെസ്സേജ് കാണുവാനിടയായത്. അതുകൊണ്ട് മറ്റൊരു പ്രോഗ്രാം അത് നേരത്തെ ക്രമീകരിപ്പാനിടയായി. അതുകൊണ്ടാണ് രാവിലെ ഈ ഭവനത്തിൽ എത്തിച്ചേരുവാനിടയായത്. പത്തനാപുരം ശാലയും സഫയും അവിടെ ശുശ്രൂഷിക്കുന്ന കൃതദാസനെയും ദൈവമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഇവിടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിൻ്റെ പൊൻപുലരി വാത്സല്യ മാതാവിനെ തേജസ്സോടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ യാത്ര ചെയ്യിപ്പാൻ കർത്താവ് അവസരം തരട്ടെ. അവസരം ഒരുക്കിയ ദൈവദാസന്മാർ നന്ദി അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന കൊച്ചിക്കടവ് ബഥേൽ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. നമുക്കെല്ലാവർക്കും ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച ഭൗതിക ശരീരം തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് IPC ശാലയും സഭാഹോളിലേക്ക് പോവുകയാണ്. പ്രൈസ് ബി ടു ലോർഡ്. ഹല്ലേലൂയ. ശോഭയേറുമോർനാടുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവദാസന്റെ ജോസഫ് പങ്കെടുക്കാം. അനുസ്മരണങ്ങൾക്കും ആശ്വാസവചനങ്ങൾക്കും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച് കർത്താവിന്റെ മുഹൂർത്തപ്പെടുത്താം. കർത്താവദാസന്റെ ജോസഫ് പാസ്റ്റർ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഇന്ന് പകൽ ഈ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണ ദൈവം ഇവിടുന്ന് കൃപ നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് കർത്താവേ, ഈ ഡെഡ് ബോഡി ആമേ സ്തോത്രമല്ലേലുയ സഭയിലേക്ക് കടന്നു കൊണ്ടുപോകുന്നല്ലോ. അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത കർത്തദാസനായി സ്തോത്രം. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇവിടെ സൂക്ഷിപ്പാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഇന്ന് പകൽക്കാലം ഇവിടെ കർത്താവേ ആമീ സ്തോത്രം പ്രാർത്ഥനാവിഷയങ്ങൾ അറിയിച്ച് എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസന്മാർക്കായി സ്തോത്രം. ഈ ശുശ്രൂഷകൾ എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സഭയിൽ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണം. ശ്രേഷ്ഠ കർത്തദാസന്മാർ എല്ലാവരും കടന്നു വന്ന് സമ്മതിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് പ്രാർത്ഥി. വിശേഷ സാംസം ഭാഷയും തൻ്റെ ദാസി ഓർക്കും ശാരീരിക ഭാരപ്പെടുന്നതിൽ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുമെങ്കിലും ദൈവകൃപയിൽ നിർത്തുന്നതിനായി സ്തോത്രം. കൊച്ചുമക്കൾക്കായി സ്തോത്രം. വരും പ്രിയമാതാവിനെ സൂക്ഷിപ്പാൻ ദൈവം കൃപ നൽകിയല്ലോ. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി തീരത്തക്കവണ്ണം ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ കടന്നു വരേണ്ട കർത്തദാസന്മാർക്കായി സ്തോത്രം. സമയത്ത് കടന്നു വന്ന എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി ചെയ്യുവാൻ കൃപ നൽകണമേ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ വിധത്തിലായി സ്തോത്രം. തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദങ്ങൾ വിശേഷാൽ ഭവനത്തിലെ ശുശ്രൂഷയോടും ശുശ്രൂഷയുടെ കർത്തദാസന്മാരും തുടർന്ന് ആലയം നടക്കുന്ന ശുശ്രൂഷകളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷപരി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ. വീഴ്ചയെന്നെ തരും നന്മയ്ക്കും
കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം